ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോ കണ്ടാലോ? എൻ്റെ അച്ഛൻ ഇതാ ചക്കയൊക്കെ ഇട്ടിട്ടുണ്ട്. അച്ഛനും അനിയനും കൂടി ചക്കയൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. നല്ല മഴയൊക്കെ ഇരുട് മൂടി വരുന്നുണ്ട്. അപ്പോഴാണ് ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയതെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛൻ തന്നെ പോയി ചക്കയൊക്കെ ഇട്ട് വന്നു. ചക്ക മുറിക്കാൻ വേണ്ടി പോവുകയാണ്. മഴ പെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചക്കയൊക്കെ മുറിച്ച് ചോളയൊക്കെ വേർതിരിച്ച് വെക്കണം. നല്ല കറക്റ്റ് ഒരേ റൗണ്ടിൽ തന്നെ മുറിച്ച് കിട്ടിയിട്ടുണ്ട് ചക്ക. അച്ഛന് ഈ ചക്കയൊക്കെ വെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ചക്കയൊക്കെ ഇടാനും ചക്ക പുഴുക്കുണ്ടാക്കാനും കപ്പപ്പുഴുക്കുണ്ടാക്കാനും ഒക്കെ ഭയങ്കര താല്പര്യമാണ്. ചക്ക 2 കഷ്ണമായപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് ചക്ക എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അച്ഛനും അമ്മയും കൂടി കഷ്ണമാക്കിയിട്ട് വേർതിരിക്കുകയാണ് ചോളയൊക്കെ. നമ്മുടെ വീടിൻ്റെ അടുത്ത് വലിയൊരു കോഴി ഫാമുണ്ട്, അതാണ് കാണുന്നത്. നല്ല മഴയാണ്. നമ്മൾ ചോളയൊക്കെ പറിച്ച് തീരാറായി. വലിയ ചക്കയാണ്, കുറേ ചോള ഉണ്ടായിരുന്നു. അവിടെ ഈ വർഷം കുറേ ചക്ക ഉണ്ടായിട്ടുണ്ട്. ചക്കയൊക്കെ താഴെ തന്നെ ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് കയറി പറിക്കണ്ട. താഴെ നിന്ന് വേഗം പറിച്ചെടുക്കാം. പറിച്ച നന്നായിട്ട് ചക്കയൊക്കെ നല്ല വെട്ടി തൊടിയൊക്കെ ഇങ്ങനെ ചെത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം നമുക്ക് ചോള ഇങ്ങനെ വേർതിരിക്കാൻ പറ്റും. മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട്. നമ്മൾ ചോളയൊക്കെ പറിച്ച് നമ്മൾ അകത്തേക്ക് കൊണ്ടുവന്നു. നമ്മൾ അമ്മ ചോളയൊക്കെ അരിഞ്ഞ് മാറ്റുകയാണ്. നമ്മൾ കുറേ വാരി തിന്നുന്നുണ്ട്. അടുപ്പിൻ്റെ മേലെ കയറിയിരിക്കുന്നത് അനിയനാണ്. നമ്മൾ എൻ്റെ വീട്ടിൽ വിഷുവിന് നിൽക്കാൻ വന്നപ്പോൾ എടുത്തതാണ്. അമ്മയും അനിയനുമാണിത്. മീനിതാ നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള കുപ്പികളൊക്കെ കുറച്ച് താഴെ തന്നെ ആയതുകൊണ്ട് മീനുകളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പോകും. ചക്കക്കുരു കിട്ടും. ചക്ക അമ്മ എല്ലാ ചക്കയും അരിഞ്ഞ് ഒരു വലിയൊരു കലത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ്. നമ്മൾ അടുപ്പിലാട്ടോ വേവിക്കാൻ വെക്കുന്നത്, ഗ്യാസിലല്ല. ചക്കയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചക്ക ഏകദേശം ഒരു പാക വേവായിട്ട് നമ്മൾ ഇട്ടപ്പോൾ ഒരു കലം ഫുള്ളുണ്ടായിരുന്നു, അതൊന്ന് അമർന്നിട്ടുണ്ട്. നമ്മൾ ചക്കയിലേക്ക് നല്ലൊരു അരപ്പ് തേങ്ങയും ജീരകം, 2-3 ഇല്ലി ചെറിയ ഉള്ളി, പച്ചമുളക്, 2-3 ഇല്ലി അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്തിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്താൽ മതി. നന്നായിട്ട് ചതച്ചിട്ട് നമ്മൾ ചക്കയിലേക്ക് ചേർത്തിട്ട് ഇളക്കുക ചെയ്യുക. നമ്മൾ കപ്പ ഇതേപോലെ ചക്ക പുഴുങ്ങുന്ന പോലെ ഇങ്ങനെ ഒരു പുഴുക്കുണ്ടാക്കും. അതിന് നമ്മൾ ഇതേപോലത്തെ ഒരു അരപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കുക. നമ്മുടെ വീട്ടിലെല്ലാവർക്കും ചക്കപ്പുഴുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചക്കപ്പുഴുക്കും അതുപോലെ കപ്പപ്പുഴുക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അരപ്പിട്ടിട്ടൊന്ന് നമ്മളിങ്ങനെ ചക്ക എന്നിട്ട് കുടഞ്ഞു കൊടുക്കണം. അരപ്പ് എല്ലാ സ്ഥലത്തും ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കും. അച്ഛനാണ് ഇളക്കുകയൊക്കെ ചെയ്യുന്നത്. അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അരപ്പൊക്കെ എല്ലാ ചക്കയിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഉടഞ്ഞ ചക്കയാണ്. നല്ല ടേസ്റ്റുള്ള ചക്കയാണ് കേട്ടോ. പഴുത്താലും നല്ല ടേസ്റ്റാണ് ഈ ചക്ക. പഴുത്താലും ചക്ക നമ്മൾ
ചക്ക വറുത്തത് ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാട്ടോ ഈ ചക്ക കഴിക്കാൻ. ഇത് അമ്മ എല്ലാവർക്കും പ്ലേറ്റിൽ പിന്നെ ഇങ്ങനെ മാറ്റി തരുന്നുണ്ട്. ചക്കയിലേക്ക് നമ്മൾ കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊരു വറവ് ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ. എല്ലാവർക്കും പ്ലേറ്റിലേക്ക് വിളമ്പി തന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് ഇരുന്നിട്ടാണ് കഴിച്ചത്. അച്ഛനും അമ്മയും മീനും എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് കഴിക്കുക. മീനൂന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചക്കപ്പുഴുക്ക്. ചക്കപ്പുഴുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം ചക്കപ്പുഴുക്ക് അവൾ തന്നെ സ്വന്തം വാരി കഴിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനിങ്ങനെ വായിലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവൾക്ക് സ്പൂണിൽ ചൂടായതുകൊണ്ട് കിട്ടുന്നില്ല. അപ്പോൾ കുറച്ച് ഊതിയിട്ട് വായിൽ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അവൾ തന്നെ ഊതിയിട്ട് സ്വന്തം എടുത്ത് കഴിച്ചിട്ടുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ചക്കപ്പുഴുക്കും കട്ടൻ ചായയൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രത്യേക ഒരു വൈബാണ്. നമ്മൾ ഈ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് നന്നായി വർത്താനമൊക്കെ പറഞ്ഞുണ്ടാക്കുമ്പോൾ അത് നല്ലൊരു രസമാണ്. അത് നമ്മളെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് അങ്ങനത്തെ നമ്മൾ തനിച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഒരു ഇതുണ്ടാവില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കുമ്പോൾ നമുക്കറിയില്ല, നമ്മൾ ഈ ചക്ക നന്നാക്കുന്നതും പുഴുക്കുണ്ടാക്കുന്നതൊക്കെ പെട്ടെന്ന് കഴിയും. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോഴത് ഒരുപാട് പണിയായിട്ട് തോന്നുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിന് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.